Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ അക്രഡിറ്റേഷൻ പ്രോസസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഓർമ്മയുണ്ടോ? അവിടെ വരല്ലേ പറഞ്ഞു നിർത്തിയിട്ട്? ഓക്കെ, ഇനി നമ്മള് സ്റ്റെപ്സ് ഇൻ പ്രോസസ്സും ടൈം പ്രയർ ടു ദ സർവേ, എത്ര നാള് മുമ്പ് ഈ ഓരോ സ്റ്റെപ്സും നമ്മൾ നടപ്പിലാക്കണം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ബോക്സ് നോക്കുക. സീരിയൽ നമ്പർ 1 പറയുന്നത് obtain JCI manual and begin accreditation process. അക്രഡിറ്റേഷൻ സർവേക്ക് മുമ്പ് JCI മാനുവൽസ് ഒബ്റ്റെയിൻ ചെയ്യുക. അക്രഡിറ്റേഷൻ പ്രോസസ്സും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു 24 മാസം 2 ഇയേഴ്സിന് മുമ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. 12 to 24 months prior to സർവേ നമ്മൾ ഈ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യണം. അതിനുശേഷം നടപ്പിലാക്കിയതിനു ശേഷം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം JCI. Submit application for the survey to JCI. JCI നമ്മൾ ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്നത് എത്ര മാസം മുമ്പാണ്? 6 to 9 months ബിഫോർ നമ്മൾ എന്ത് ചെയ്യണം? ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ഷെഡ്യൂൾ ദ സർവേ ഡേറ്റ് വിത്ത് JCI. നമുക്ക് ഷെഡ്യൂൾ ചെയ്യണം എന്ന് മുതൽ എന്ന് വരെ നമുക്ക് സർവേ കണ്ടക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് അവർക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ട് ഫിക്സ് ചെയ്യണം. റിസീവ് ആൻഡ് കംപ്ലീറ്റ് JCI സർവേ കോൺട്രാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ JCI സർവേ റിലേറ്റഡ് ആയിട്ടുള്ള കോൺടാക്ട് ആൻഡ് ട്രാവൽ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യുന്ന 4 to 6 months പ്രയറിന് മുമ്പായിട്ട് എവിടെയാണ്, എങ്ങനെ, ആരെ കോണ്ടാക്ട് ചെയ്യണം, ട്രാവൽ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ ഏത് സ്ഥലത്തേക്ക് വരണം, എങ്ങനെയാണ് അതിന്റെ അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കേണ്ടത് ഒരു 4 മുതൽ 6 മാസം മുമ്പ് വരെയാണ്. JCI സർവേ ടീം ലീഡർ കോണ്ടാക്ട് യുവർ ഓർഗനൈസേഷൻ. JCI സർവേ ലീഡർ എന്ത് ചെയ്യും? നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യും. ടു ഡിറ്റർമിൻ ദ സർവേ അജണ്ട. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നതിന്റെ അജണ്ട, ആ ഒരു പ്രോസസ്സും കാര്യങ്ങളൊക്കെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 months ബിഫോർ ദ സർവേ ആണ് അദ്ദേഹം നമ്മളോട് കോണ്ടാക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് JCI അക്രഡിറ്റേഷൻ സർവേ ടേക്ക് പ്ലേസ്. ആ സർവേ ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ഷെഡ്യൂൾ ചെയ്യും, സർവേയുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ സർവേയുടെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ സർവേ കണ്ടക്ട് ചെയ്യും. സർവേ കണ്ടക്ട് ചെയ്തതിന് ശേഷം റിസീവ് അക്രഡിറ്റേഷൻ ഡിസിഷൻ ആൻഡ് ഒഫീഷ്യൽ സർവേ ഫൈൻഡിംഗ് റിപ്പോർട്ട് വിത്തിൻ 2 months ആഫ്റ്റർ സർവേ. സർവേ കണ്ടക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു ഡിസിഷൻ കിട്ടും. അക്രഡിറ്റേഷൻ കിട്ടിയോ ഇല്ലയോ, അതിന് റീസൺസും കാര്യങ്ങളും ഫൈൻഡിങ്സും കാര്യങ്ങളുള്ള ഒരു റിപ്പോർട്ടും കൂടി നമുക്ക് തരും. അത് 2 months ആഫ്റ്റർ സർവേ ആണ്. സർവേ കഴിഞ്ഞ് 2 മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് നമുക്ക് തരും. ഇഫ് അക്രഡിറ്റേഷൻ ഇസ് അവാർഡഡ്, അക്രഡിറ്റേഷൻ അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്മിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു റിപ്പോർട്ടും കാര്യങ്ങളും കിട്ടും. അക്രഡിറ്റേഷൻ കിട്ടി എന്ന് നമുക്ക് തരും. ഇനി അക്രഡിറ്റേഷൻ ഗ്രാന്റ് ചെയ്തില്ല, റിവൈസ് ചെയ്യാൻ പറഞ്ഞ ഒരു വീണ്ടും നമ്മൾ ഈ പ്രോസസ്സ് വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അപ്പോ സബ്മിറ്റ് റിവൈസ്ഡ് ആപ്ലിക്കേഷൻ ഷെഡ്യൂൾ ആൻഡ് ടെർമിനൽ JCI അക്രഡിറ്റേഷൻ റീസർവേ. അപ്പൊ വീണ്ടും അവർ റീസർവേ കണ്ടക്ട് ചെയ്യും. അങ്ങനെ റീസർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ സർവേ കണ്ടക്ട് ചെയ്ത് ആ റിപ്പോർട്ട് കിട്ടി ഒരു 6-9 months ശേഷം ആയിരിക്കും ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത്. ഇഫ് അക്രഡിറ്റേഷൻ ഇസ് അവാർഡഡ്, ഇനി അക്രഡിറ്റേഷൻ അവാർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ JCI inform about the deficiency to be made up and requirement to resurvey. ഇനി അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും അവർ ഡെഫിഷ്യൻസീസും കാര്യങ്ങളും നോട്ട് ചെയ്ത് നമുക്ക് സെൻഡ് ചെയ്യും. ഇന്ന പോരായ്മകളുണ്ട്, ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടാവും ഇന്ന പോരായ്മകളുണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം? മേക്കപ്പ് ചെയ്യണം. ആ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും ഈ സർവേ ഡേറ്റിന് മുമ്പായിട്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പോ നമ്മള് ഇത് ഒരു
JCI അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മളൊരു 2 years മുമ്പേ പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങണം. JCI മാനുവൽസ് കാര്യങ്ങളും നല്ല ഒബ്റ്റെയിൻ ചെയ്യുക. അതനുസരിച്ച് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ ഓർഗനൈസേഷനിൽ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണം. അതിനുശേഷം ഇതെല്ലാം നടപ്പിലാക്കി എന്ന് ഉറപ്പ് വരുമ്പോൾ ഒരു 6 to 9 months prior നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. JCIയിൽ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഡേറ്റ് നമ്മൾ ഫിക്സ് ചെയ്യും. അതിനുശേഷം ഒരു 4 to 6 months അവർ കോൺടാക്ട് ചെയ്യും. ഇങ്ങനെയാണ് ട്രാവലും കാര്യങ്ങളും അവര് നമ്മളോട് ഇവിടെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ JCI നമ്മളോട് കോൺടാക്ട് ചെയ്യും. അത് കഴിഞ്ഞ് 2 months സർവേക്ക് ബിഫോർ JCI സർവേ ടീം ലീഡർ നമ്മളോട് കോൺടാക്ട് ചെയ്യും. അവരുടെ അജണ്ട എന്തൊക്കെയാണെന്ന് നമ്മളോട് പറയും. ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ അവർ പറയും. അത് കഴിഞ്ഞ് സർവേ ആ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന ഡേറ്റിൽ കണ്ടക്ട് ചെയ്യും. സർവേ കണ്ടക്ട് ചെയ്ത് 2 മാസത്തിനുള്ളിൽ നമുക്ക് റിപ്പോർട്ട് സെൻഡ് ചെയ്യും. ഇനിയിപ്പോ അക്രഡിറ്റേഷൻ കിട്ടാത്ത പക്ഷം നമ്മൾ വീണ്ടും അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് 6 to 9 months കഴിയുമ്പോൾ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. റീസർവേ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോഴും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും അവർ നോട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുള്ള എല്ലാ ഡെഫിഷ്യൻസിയും കാര്യങ്ങളും നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. കറക്റ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ മാത്രമാണ് അക്രഡിറ്റേഷൻ അംഗീകാരം കിട്ടുള്ളൂ നമുക്ക്. ഇതൊരു ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നല്ല എഫേർട്ടും ടൈമും ഈ ഒരു പ്രോസസ്സിന് നമുക്ക് വേണ്ടതായിട്ട് വരും. അപ്പം നമ്മൾ ശ്രദ്ധിച്ചു വേണം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. ഇനി അക്രഡിറ്റേഷൻ ടൈം ആണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ദ പ്രോസസ് ഓഫ് അച്ചീവിംഗ് JCI അക്രഡിറ്റേഷൻ ടേക്ക് ബിറ്റ്വീൻ 12 to 24 months ഫോർ എ ഹോസ്പിറ്റൽ. അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് നമ്മൾക്ക് സാധാരണയായിട്ട് എടുക്കുന്ന എത്ര മാസമാണ്? 12 to 24 months ആണ് ഒരു ഹോസ്പിറ്റലിൽ അക്രഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കാൻ വേണ്ടി നമുക്ക് സാധാരണയായിട്ട് വരുന്ന. ഇത്രയും നാള് നമ്മൾ 2 വർഷത്തോളം നമ്മൾ നല്ല രീതിയിൽ എഫക്റ്റീവ്ലി വർക്ക് ചെയ്താൽ മാത്രമാണ് JCI അക്രഡിറ്റേഷൻ നമുക്ക് ഗ്രാൻഡ് ആവുള്ളൂ. ഇനി അക്രഡിറ്റേഷൻ കോസ്റ്റ് 2010 കോസ്റ്റ് ആണ് പറയുന്നത്. $46,000 ആണ് പറയുന്നത്. പക്ഷേ ഓരോ ഹോസ്പിറ്റൽസിനനുസരിച്ചും ആ ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച് കോംപ്ലിസിറ്റി അനുസരിച്ച് ഈ ഒരു എമൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇന്ന് ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ്. $60,000 വരുന്നുണ്ട് അക്രഡിറ്റേഷന് വേണ്ടിയിട്ട്. $60,000 വരുന്നുണ്ട്. അപ്പോൾ അക്രഡിറ്റേഷൻ ഫീസ് കോസ്റ്റ് എന്ന് പറയുന്ന അത്യാവശ്യം ഹ്യൂജ് എമൗണ്ട് തന്നെയാണ്. The average accreditation fee for a full hospital survey for 2010 was $46,000 USDA. The cost of accreditation. നമ്മുടെ കോസ്റ്റ് ഓഫ് അക്രഡിറ്റേഷൻ എങ്ങനെയാണെന്ന് പറയുന്നവര് depends on the size of the healthcare organization. നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സൈസ് അനുസരിച്ച് ഈ കോസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്, ചേഞ്ചസ് വരുന്നുണ്ട്. ആൻഡ് ദ കോംപ്ലിസിറ്റി ഓഫ് ദ ഓർഗനൈസേഷൻ. നമ്മുടെ ഓർഗനൈസേഷന്റെ കോംപ്ലിസിറ്റി അനുസരിച്ചും എന്ത് വരുന്നുണ്ട്, എമൗണ്ടിൽ വ്യത്യാസം വരുന്നുണ്ട്. വിച്ച് ഡിറ്റർമിൻ ഹൗ മെനി സർവൈവേഴ്സ് ആർ നീഡഡ്. എത്ര പേര് വേണം സർവേ ചെയ്യാന്നുള്ളത്. ഇപ്പൊ ലാർജ് ഓർഗനൈസേഷൻ ആണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സർവൈവർ വേണ്ടവരും. സ്മോൾ ആണെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. അതേപോലെ തന്നെയാണ് അപ്പോൾ കോസ്റ്റ് കൂടുതലും കുറവും അതിനനുസരിച്ച് മാറും. നീഡഡ് ആൻഡ് ഹൗ ലോങ് ദ സർവേ വിൽ ബി ടേക്ക് ടു ക്യാരി ഔട്ട്. എത്ര നാളെടുക്കും ഈ സർവേ കണ്ടക്ട് ചെയ്യുന്നത്, അതനുസരിച്ചിരിക്കും ഈ ഫീ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലാർജ് മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ will have higher fee than. സാധാരണ ലാർജ് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ്, യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിനൊക്കെ നല്ല രീതിയിൽ എന്താണ് എമൗണ്ട് വരും, നല്ല രീതിയിൽ ഫീ വരും. ദാൻ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒറ്റ ഒരു സർവീസ് മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഈ കറണ്ടുള്ള ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് നല്ല എമൗണ്ട് അക്രഡിറ്റേഷൻ കോസ്റ്റ് വരും. The organization also pays the cost of transportation. നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഈ അക്രഡിറ്റേഷൻ ടീമിന് വേണ്ട, JCI ടീമിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ, അവർക്ക് വരുന്ന എക്സ്പെൻസും കാര്യങ്ങളും മീറ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഓൺ പോക്കറ്റ്, ഔട്ട് ഓഫ് പോക്കറ്റ്. ഈ ഫീല് പറഞ്ഞതല്ല, ഔട്ട് ഓഫ് പോക്കറ്റ് പേ ചെയ്യേണ്ടതായിട്ട് വരും. The organization also pays the cost of transportation and hospital accommodation for the JCI team, which is not included in overall fee. ഈ ഒരു എമൗണ്ട് നമ്മുടെ ഓവറോൾ ഫീല് പറഞ്ഞിട്ടുണ്ടാവില്ല. ഇത്രയും ചെലവ് ആരെടുക്കേണ്ടതായിട്ട് വരും? ഓർഗനൈസേഷൻ മീറ്റപ്പ് ചെയ്യേണ്ടതായിട്ട് വരും.
അപ്പോ അക്രഡിറ്റേഷൻ കോസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. അക്രഡിറ്റേഷൻ കോസ്റ്റ് പറയുന്നത് $46,000 US ആണ് പറയുന്നതെങ്കിലും USD എന്ന് പറഞ്ഞാൽ US ഡോളേഴ്സ് ആണെങ്കിലും നമ്മളിപ്പോ 2010 കാര്യം അവർ പറയുന്നത് 2025 ആണെങ്കിൽ ടൈം എനിക്ക് തോന്നുന്നു $60,000 അത്രയും വരുന്നുണ്ട് ഇപ്പോ. അപ്പോ അക്രഡിറ്റേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് ഓരോ ഓർഗനൈസേഷൻ അനുസരിച്ച് ഇതൊരു ആവറേജ് കോസ്റ്റാ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഓരോ ഓർഗനൈസേഷനെയും ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ സൈസ് അനുസരിച്ച് അക്രഡിറ്റേഷൻ കോസ്റ്റിൽ വ്യത്യാസം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓർഗനൈസേഷന്റെ കോംപ്ലക്സിറ്റി അനുസരിച്ചും മാറ്റം വരുന്നുണ്ട്. ഇനി എത്ര നമ്പർ ഓഫ് സർവേ ചെയ്യാനായിട്ട് വ്യക്തികൾ വേണം, അതിൽ എത്ര ടൈം എടുക്കും എന്നുള്ളതിനനുസരിച്ച് കോസ്റ്റിൽ വേരിയേഷൻ വരുന്നുണ്ട്. അതേപോലെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് മൾട്ടി സ്പെഷ്യാലിറ്റി യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽസിന് ഹയർ എമൗണ്ട് ഓഫ് ഫീ ആണ് അവര് ചാർജ് ചെയ്യുന്നത്. ഇനി അക്രഡിറ്റേഷൻ ടീമിന് JCI ടീമിന് വേണ്ട ട്രാൻസ്പോർട്ടേഷൻ, ഹോട്ടൽ അക്കോമഡേഷൻ, അല്ലാതെ വരുന്ന എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ആര് മീറ്റ് ചെയ്യണം? നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ഔട്ട് ഓഫ് പോക്കറ്റ് ആണ്, ഈ അക്രഡിറ്റേഷൻ കോസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ഇനി റീ അക്രഡിറ്റേഷൻ പ്രോസസ് നമ്മൾ പറഞ്ഞല്ലേ, അംഗീകാരം കിട്ടിയില്ലെങ്കിൽ നമ്മൾ റീ അക്രഡിറ്റേഷൻ കണ്ടക്ട് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ എല്ലാ വർഷവും നമ്മള് എത്ര വർഷത്തേക്കാണ് അക്രഡിറ്റേഷൻ ഗ്രാന്റ് ചെയ്യുന്നത്? 1 മിനിറ്റ്. അക്രഡിറ്റേഷൻ പ്രോസസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആൽവിൻ, ഇപ്പോഴാണ് മെസ്സേജ് കണ്ടത്. ഞാൻ അക്രഡിറ്റേഷൻ പ്രോസസ് എടുത്തു എന്നുള്ള രീതിയിൽ അവിടെ മാർക്ക് ചെയ്തിട്ടിരിക്കണേ ഇല്ല അല്ലെ? ഓക്കെ, നമുക്കൊന്ന് അക്രഡിറ്റേഷൻ പ്രോസസ്, സോറി, ഞാനത് എടുത്തു എന്നുള്ള രീതിയിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അക്രഡിറ്റേഷൻ പ്രോസസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. First steps in accreditation process is to obtain copy of JCI standard and prepare for accreditation. Appo first step okay, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്സ് ഇൻ അക്രഡിറ്റേഷൻ പ്രോസസ് എന്ന് പറഞ്ഞാൽ JCI സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും അതിന്റെ ഒരു കോപ്പി അപ്ഡേറ്റ് ചെയ്യാം, അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. Once an organization is ready to apply for accreditation, നമ്മൾ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് റെഡി ആണെങ്കിൽ they can participate in trial survey. നമുക്കൊരു ട്രയൽ സർവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. ആസ് ദ മീൻസ് ഓഫ് എക്സ്പീരിയൻസിങ് a full JCI survey and highlighting any gap in their organization. ഈ ട്രയൽ സർവേ കണ്ടക്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും JCI സർവേ എന്നുള്ളതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷൻ ഏതെങ്കിലും സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മീറ്റപ്പ് ചെയ്യാനും ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. The organization submit their application and schedule the സർവേ ഡേറ്റ് വിത്ത് JCI. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ ഒരു പോയിന്റ്സിൽ പറഞ്ഞല്ലോ, നമ്മൾ ഓർഗനൈസേഷൻ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും, അതേപോലെ തന്നെ JCI സർവേയുടെ ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യും. During the full survey, the JCI surveyors look back over 4-month period prior to start of the survey in order to judge the performance over an adequate amount of time. ഇപ്പൊ സർവേ സ്റ്റാർട്ട് ചെയ്യുന്നതിന് 4 മാസം മുമ്പ് വരെയുള്ള കാര്യങ്ങൾ അവർ എന്ത് ചെയ്യും, ഈ ഒരു സർവേയുടെ ടൈമിൽ പരിഗണിക്കും. Following the survey, the organization may need to carry out some follow-up activities. അപ്പോ ഈ സർവേ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഫോളോ അപ്പ് ആക്ടിവിറ്റീസും കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും. ഫോളോയിങ് ദ എൻഡ് ഓഫ് സർവേ, ദ JCI ഡിസിഷൻ അക്രഡിറ്റേഷൻ വിൽ ബി ഗിവൻ. നമ്മൾ പറഞ്ഞു, സർവേ കണ്ടക്ട് ചെയ്ത് 2 മാസത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതിൽ അവരുടെ ഡിസിഷൻ പറഞ്ഞിട്ടുണ്ടാവും. അംഗീകാരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെന്ന്, ഇല്ലെങ്കിൽ ഇല്ലാന്ന്. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ നോട്ട് ചെയ്തിട്ടുണ്ടാവും എന്തെല്ലാം ഡെഫിഷ്യൻസീസ് ആണ്, അല്ലെങ്കിൽ എന്തെല്ലാം മിസ്മാച്ച് ആണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടാവും. സോ നമ്മൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അത് കറക്റ്റ് ചെയ്തിട്ട് വീണ്ടും റീസർവേക്ക് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്.
ഇനി പ്രോജക്റ്റിന്റെ ഫേസ് ആണ്, ഓരോ കാര്യങ്ങളും പറഞ്ഞു പോവാണ്. ആദ്യം ഇനിഷ്യേറ്റീവ് ആണ്, ഫസ്റ്റ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം. പിന്നെ പറയുന്നത് ട്രെയിനിങ് ആൻഡ് അവയർനെസ്, നമ്മുടെ സ്റ്റാഫിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. പിന്നെ ഡോക്യുമെന്റേഷൻ, നമ്മൾ ഒരുപാട് ഡോക്യുമെന്റ്സും കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളും നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. ഇനി ഓഡിറ്റും എംആർഒ മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഹെൽഡ് ചെയ്യേണ്ടി വരും. ഏറ്റവും അവസാനമാണ് JCI സർട്ടിഫിക്കേഷൻ വരുന്നത്. നമുക്ക് നോക്കാം ഈ ഇനിഷ്യേറ്റീവ്സ്. നമ്മുടെ പ്ലാനിൽ കുറച്ച് പോയിന്റ്സ് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. കൺസൾട്ട് GPA അനാലിസിസ്, വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാപ്പ് അനാലിസിസ് എന്ന് വെച്ചാൽ നമുക്ക് ഗ്യാപ്പ് സംഭവിച്ചിട്ടുണ്ടാവും അല്ലെ, എന്തെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ട്രയൽ സർവേ കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ സ്റ്റാൻഡേർഡും നമ്മളിപ്പോ മീറ്റ് ചെയ്ത കാര്യം തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ JCI കൺസൾട്ടന്റിനോട് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ കറക്റ്റ് ആക്കി നമ്മൾ എന്ത് ചെയ്യും, നടപ്പിലാക്കും. ഞാൻ കുറച്ചും കൂടി ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. ഡെവലപ്പ് JCI സ്റ്റാൻഡേർഡ് ക്രോസ് റെഫറൻസ് ലിസ്റ്റ്. അപ്പൊ നമ്മൾ JCI സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ക്രോസ് റെഫറൻസ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. അവയർനെസ് ട്രെയിനിങ് ഫോർ കീ പ്രോസസ് ഓണേഴ്സ് ഓൺ JCI. നമ്മൾ JCIയുടെ പ്രോസസ്സിനെ കുറിച്ചിട്ടൊക്കെ ഉള്ള അവയർനെസ്സും ട്രെയിനിങ്ങും നമ്മൾ ഓർഗനൈസേഷൻ ഫുൾ ആയിട്ട് നടപ്പിലാക്കണം. ഡിസൈൻ ആൻഡ് റിവ്യൂ JCI ഫ്രെയിംവർക്ക് ആൻഡ് ഓൾ റിക്വയർഡ് ലെവൽ ഓഫ് ഡോക്യുമെന്റേഷൻ. നമ്മളുടെ എന്താ പറയുക JCIയുടെ ഫ്രെയിംവർക്കും കാര്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്യുക, റിവ്യൂ ചെയ്യുക. നമ്മളെല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ പ്രിപ്പയർ ചെയ്യണം. ഓൾ a full set of documentation which cover JCI requirements. JCI requirements പറഞ്ഞ പോലെ ഒരു ഫുൾ സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ ഇംപ്ലിമെന്റേഷൻ പറയുമ്പോൾ ഇംപ്ലിമെന്റേഷൻ അസിസ്റ്റൻസ് ആൻഡ് എംപ്ലോയീസ് ബ്രീഫിംഗ്. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം. അതേപോലെ തന്നെ കാര്യങ്ങൾ നമ്മൾ എംപ്ലോയീസിന് ബ്രീഫ് ചെയ്ത് കൊടുക്കണം. അപ്ഡേറ്റ് JCI രജിസ്റ്റർ ആൻഡ് ജനറേറ്റ് റെക്കോർഡ്സ്. നമ്മൾ JCI രജിസ്റ്റേഴ്സ് നമ്മുടെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യണം. കണ്ടക്ട് ഫസ്റ്റ് JCI ഇന്റേണൽ ഓഡിറ്റ്. അതിന് ശേഷം JCI ഫസ്റ്റ് ഇന്റേണൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യും. മേ ബി ട്രയൽ സർവേ ആണെന്ന് ഉദ്ദേശിക്കുന്നത്. ട്രയൽ സർവേ കണ്ടക്ട് ചെയ്യും. മാനേജ്മെന്റ് റിവ്യൂ മീറ്റിംഗ്സും കാര്യങ്ങളും നമ്മൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. ലാസ്റ്റ് JCI സർട്ടിഫിക്കേഷൻ ആണ്. The above cycle will be repeat twice with the final JCI certification. റീസർട്ടിഫിക്കേഷൻ. ഓക്കെ, നമ്മള് സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ ചോയ്സ് 2 പ്രാവശ്യം നമുക്ക് ഇങ്ങനെ നമ്മൾ ഈ ഒരു ആക്ടിവിറ്റീസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. ഓഡിറ്റ് ബേസ്ഡ് ഓൺ ദ റിവ്യൂസ് ആൻഡ് റിക്വയർമെന്റ്സ് 2 പ്രാവശ്യം നമുക്ക് അതിന് വേണ്ടിയിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളിൽ നമുക്ക് JCIയുടെ അംഗീകാരം കിട്ടണം. അപ്പോ JCI അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക് അല്ല. നമ്മൾ ആദ്യം മുതലേ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കണം. അതിൽ പറയുന്ന സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞത്. ഒബ്റ്റെയിൻ JCI മാനുവൽസ് ആൻഡ് ബിഗിൻ അക്രഡിറ്റേഷൻ പ്രോസസ്സ്. നമ്മൾ അക്രഡിറ്റേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് ഒരു 2 years മുമ്പെങ്കിലും ഈ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിട്ടുണ്ട്. JCI മാനുവൽസ് ഒബ്റ്റെയിൻ ചെയ്യുക, അക്രഡിറ്റേഷൻ പ്രോസസ്സ് കാര്യങ്ങളും കംപ്ലീറ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളും ഹോസ്പിറ്റലിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. അതിനുശേഷം ആണൊരു എല്ലാ കാര്യങ്ങളും എല്ലാ സ്റ്റാൻഡേർഡ്സും കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തു എന്ന് ഉറപ്പ് വരുമ്പോൾ ഒരു 6 to 9 months പ്രയർ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യാവുന്നതാണ് JCIയിൽ. എന്നിട്ട് നമ്മളുടെ കംഫർട്ടബിൾ ടൈമിൽ ഷെഡ്യൂൾ ചെയ്യാം. എന്ത് സർവേ ടൈം ഡേറ്റ് ഷെഡ്യൂൾ ചെയ്യാം. അതിനുശേഷം 4 to 6 months അവരിൽ നിന്ന് നമുക്കൊരു കോണ്ടാക്ട് ഉണ്ടാവും. ട്രാവൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ നമ്മൾ അവർക്ക് കൊടുക്കണം. അതിനുശേഷം 2 months സർവേ ടീം ലീഡർ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. സർവേയുടെ അജണ്ടയും കാര്യങ്ങളായിട്ട് നമ്മളോട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോൺവെർസേഷൻ വരുന്നത്, കോണ്ടാക്ട് വരുന്നത്. ഇനി JCI അക്രഡിറ്റേഷൻ സർവേ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ടൈമിൽ കണ്ടക്ട് ചെയ്യും. അക്രഡിറ്റേഷൻ ഡിസിഷൻ നമുക്കൊരു 2 months ആഫ്റ്റർ സർവേ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. അക്രഡിറ്റേഷൻ ചിലപ്പോൾ ഗ്രാന്റ് ചെയ്യും, അല്ലാത്ത പക്ഷം നമ്മൾ റിവൈസ്ഡ് ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതൊരു 6 to 9 months പ്രയർ ടു ടെർമിനൽ ഡ്യൂ ഡേറ്റ്. ആ പറയുന്ന ടൈം ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു 6 മുതൽ 9 മാസത്തിന് ശേഷം നമുക്കത് വീണ്ടും അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അവർ എന്തെങ്കിലും ഡെഫിഷ്യൻസി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് തരും. ഇന്ന ഡെഫിഷ്യൻസീസ് ഉണ്ട്,
അത് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ട് വേണം അടുത്ത റീസർവേക്ക് റീ സർട്ടിഫിക്കേഷൻ സർവേക്ക് വേണ്ടിയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പ്രോസസ്സ് മനസ്സിലായോ? മെയിൻ ആയിട്ട് ഇവിടെയാണ് കൂടുതലും പ്രോസസ്സിനെ കുറിച്ച് ഡീറ്റെയിലിങ്സ് പറയുന്നത്. ആ ടൈം പീരീഡും ആണ് ഇമ്പോർട്ടന്റ്. ഞാൻ ഇത് മാത്രമേ പറഞ്ഞു പോയല്ലേ, നേരത്തെ പേജ് വായിച്ചില്ല അതല്ലേ? ഓക്കെ, ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പോയത്, സോറി ട്ടാ. ഓക്കെ, ഇനി റീ അക്രഡിറ്റേഷൻ പ്രോസസ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. നമ്മള് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അംഗീകാരം കിട്ടിയില്ലെങ്കിലും അതേപോലെ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു 3 വർഷത്തേക്ക് നമുക്ക് ഒരു അംഗീകാരം നമുക്ക് ഉണ്ടാവുള്ളൂ. അപ്പോ അതിനുശേഷം നമ്മൾ റീ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്യേണ്ടതായിട്ട് വരും. JCI റീ അക്രഡിറ്റേഷൻ ഇസ് റിക്വയർഡ് എവറി 3 years ഫോളോയിങ് ദ ഒറിജിനൽ സർവേ. ഒറിജിനൽ സർവേ കഴിഞ്ഞ് ഒരു 3 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ റീ അക്രഡിറ്റേഷന് വേണ്ടിയിട്ട് സ്റ്റെപ്സ് എടുക്കണം. ഇതിന്റെ സർവേ ഡ്യൂ ആവുന്നതിന് ഒരു 6 to 9 months ബിഫോർ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വരും? റിവൈസ്ഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് വരും. 6 to 9 months before the re-accreditation survey is due, the hospital should submit their revised application and schedule a JCI accreditation survey. റീസർവേ അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത റീസർവേയുടെ അക്രഡിറ്റേഷൻ ടൈം ഷെഡ്യൂൾ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ റീ അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3 വർഷം മാത്രമായിരിക്കും JCIയുടെ എന്ത് ഉള്ളത്, അംഗീകാരം ഉള്ളത്. അപ്പൊ അതിനുശേഷം നമ്മൾ ഈ ഒരു അംഗീകാരം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീസർവേക്ക് അപ്ലൈ ചെയ്യണം, റിവൈസ്ഡ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. അതേപോലെ തന്നെ റീസർവേയുടെ ടൈം പീരീഡും സെറ്റ് ചെയ്യണം. ഇനി JCI അക്രഡിറ്റേഷൻ ഹോസ്പിറ്റൽസ് ഇൻ ഇന്ത്യ, നമ്മുടെ ഇന്ത്യയില് ഫ്യൂ നമ്പർ ഓഫ് ഹോസ്പിറ്റൽസിന് മാത്രമേ എന്തുള്ളൂ? JCI അംഗീകാരമുള്ളൂ. നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലെ, നമ്മുടെ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്, ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻ ആണ് ഇത് ആസ്റ്റർ മെഡിസിറ്റി. ആസ്റ്റർ മെഡിസിറ്റിക്ക് JCI അംഗീകാരം ഉണ്ട്. ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ആർക്കുണ്ട്? ആസ്റ്റർ മെഡിസിറ്റിക്ക് ഉണ്ട്. അത് നമുക്ക് അഭിമാനിക്കാം കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഹോസ്പിറ്റൽസിനാണ് മെയിൻ ആയിട്ട് JCI അംഗീകാരം ഉള്ളത്. ആരോഗ്യ കേരള മെമ്മോറിയൽ ഹോസ്പിറ്റൽ പൂനെ, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്, Lexa മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാഗ്പൂർ, Apex Heart Institute, a unit of TCBC Private Limited Ahmedabad, Apollo General Hospital Kolkata, Apollo Hospital Chennai, Apollo Hospital Hyderabad, Aster Medicity Kochi. ഇത്രയും ഹോസ്പിറ്റൽസിനാണ് JCI അംഗീകാരം ഉള്ളത്. ഓക്കെ, ആ ഹോസ്പിറ്റൽസ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഓർമ്മയിൽ എപ്പോഴും ആസ്റ്റർ മെഡിസിറ്റി പോകില്ല അല്ലെ, നമ്മുടെ അടുത്തുള്ള ഹോസ്പിറ്റൽ അല്ലേ. അപ്പൊ കേരളത്തിലുള്ള ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ ഓർത്തിരിക്കും. ബാക്കിയുണ്ട് കേട്ടോ, പാലക്കാട് ഉണ്ട്, അഹല്യ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. എന്നാലും ആസ്റ്റർ മെഡിസിറ്റിയുടെ കാര്യം പറഞ്ഞു നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്, ന്യൂസിലൊക്കെ കൂടുതലും നമ്മൾ കേൾക്കാറുണ്ട്. കമ്പാരിസൺ ഓഫ് NAB വിത്ത് JCI. JCIയും NAB തമ്മിലുള്ള കമ്പാരിസൺ ആണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് JCIയും NABും NABിന്റെ മെയിൻ എയിം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി കെയർ സർവീസ് നമ്മുടെ പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ആദ്യ രണ്ട് ഓർഗനൈസേഷന്റെയും ലക്ഷ്യം എന്ന് പറയുന്നത്. രണ്ട് ഓർഗനൈസേഷന്റെയും ലക്ഷ്യം എന്താണ്? നല്ല ഒരു ക്വാളിറ്റി കെയർ സർവീസ് പ്രൊവൈഡ് ചെയ്യാം, നമ്മുടെ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ രണ്ട് സ്ഥാപനങ്ങളും നിലനിൽക്കൊള്ളുന്നത്. ഓക്കെ, NAB is propagated by QCI ആൻഡ് ഇന്ത്യൻ പ്രോജക്ട്. നമ്മുടെ ഇന്ത്യയിലുള്ളൊരു അക്രഡിറ്റേഷൻ അതോറിറ്റിയാണ് ഏത്? NAB എന്ന് പറയുന്നത്. JCI is an ഇന്റർനാഷണൽ ആണ്, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ആംസ് ഓഫ് അമേരിക്കൻ JCAHO എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോയിന്റ് കമ്മീഷൻ ഓൺ അക്രഡിറ്റേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് ഏത്? JCI എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ അതോറിറ്റിയാണ്. ബോത്ത് are divided into patient and administrative
സെഷൻ ഓഫ് ഹെൽത്ത് കെയർ. രണ്ട് ഓർഗനൈസേഷനും പേഷ്യൻസ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡും അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റ് സെന്റേർഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. മെജോറിറ്റി ഓഫ് ദ സ്റ്റാൻഡേർഡ്സ് ഫോർ ബോത്ത് ആർ സെയിം. JCIയുടെ ആവട്ടെ നാവിന്റെ ആവട്ടെ മെജോറിറ്റി ഓഫ് സ്റ്റാൻഡേർഡ്സ് എങ്ങനെയാണ്? സെയിം ആണ്. ഇൻ JCI നോട്ട് ഓൾ ഒബ്ജക്ട് എലമെന്റ്സ് ആർ മാൻഡേറ്ററി. JCI നോക്കുമ്പോൾ എല്ലാ ഒബ്ജക്ട് എലമെന്റ്സും മാൻഡേറ്ററി അല്ല. whereas for NAV they are mandatory, which makes it tougher to achieve. NAV എന്ന് പറയുമ്പോൾ കുറച്ച് മാൻഡേറ്ററി ആണ്, അത് കുറച്ച് ടഫ് ആണ് അത് അച്ചീവ് ചെയ്യാനായിട്ട്. A comparative study shows that NAV standards are at par with JCI, the other international standard accreditation by ISCA. ഏറ്റവും ടഫ് നാവിന് അംഗീകാരം കിട്ടാന്നുള്ളതാണ്. അത് അത്യാവശ്യം ടഫുമാണ്, കമ്പാരിറ്റീവ്ലി പാടുമാണ്. JCI അംഗീകാരവും the certification of JCI and NAV has 3 years of accreditation cycle. 3 വർഷത്തേക്കാണ് നമുക്ക് ഈ അംഗീകാരം രണ്ടുപേരുടെയും JCIയുടെ ആവട്ടെ നാവിന്റെ ആവട്ടെ അംഗീകാരം 3 വർഷത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്. JCI സ്റ്റാൻഡേർഡ്സ് ആർ വിത്ത് എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് JCI? 14 ചാപ്റ്റർ, 289 സ്റ്റാൻഡേർഡ്സ്, 1400 പ്ലസ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് JCI സ്റ്റാൻഡേർഡ്സ് പറയുന്നെങ്കിൽ NAV സ്റ്റാൻഡേർഡിൽ 10 ചാപ്റ്റേഴ്സ്, 105 സ്റ്റാൻഡേർഡ്സ്, 600 പ്ലസ് ഒബ്ജക്റ്റീവ് എലമെന്റ്സ് ആണ് ഇവിടെ പറയുന്നത്, നാവിൽ പറയുന്നത്. JCI ഈസ് മോർ ദാൻ 65 ഇയർ ഓൾഡ്. JCI എന്ന് പറയുന്നത് 65 വർഷം ഓൾഡ് ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. JCI ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ്. ഒരു ഗോൾഡൻ സ്റ്റാൻഡേർഡ് ഇൻ ഹെൽത്ത് കെയർ ഫോർ പേഷ്യന്റ് സേഫ്റ്റി. ഒരു ഗോൾഡൻ സീൽ ഓഫ് അപ്രൂവൽ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഫേമസ് ആണ്. ഗ്ലോബലി ഒരു അംഗീകാരം കിട്ടിയിരിക്കുന്ന ഒരു നല്ലൊരു സ്ഥാപനമാണ്. When more patients are satisfied, word of mouth spread and more patients then came to the hospital. നമ്മൾ പറയാറില്ലേ, പിന്നെ ഒരു അംഗീകാരം കിട്ടി അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിൽ നിങ്ങൾ ഇനി പറയും ആസ്ട്രോ മെഡിസിറ്റിക്ക് JCIയുടെ അംഗീകാരമുള്ള ഒരു ഹോസ്പിറ്റലാണ്, എന്തൊരു പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് പോയാൽ മതി എന്ന് നമ്മൾ തന്നെ പറയില്ലേ നമുക്ക് പരിചയമുള്ളവരോട്? ഇല്ലേ? അങ്ങനൊരു വേർഡ് ഓഫ് മൗത്ത് സ്പ്രെഡിലൂടെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഈ അംഗീകാരത്തെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് അറിയും. Due to adherence of NAV JCI, there come training of doctors, nurses, and all staff of the hospital, which leads to quality process compliance, which result in better patient satisfaction. നമ്മുടെ NAV ആവട്ടെ അല്ലെങ്കിൽ JCIയുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടും ആവട്ടെ, നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രോസസ് അല്ലെങ്കിൽ ഈ ഒരു അംഗീകാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽസിലെ ഡോക്ടേഴ്സ്, നേഴ്സ്, മറ്റ് സ്റ്റാഫ്സിനെയൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇത് എന്തിന് കാരണമാകുന്നു? നമ്മുടെ ഹോസ്പിറ്റലിൽ നല്ല ക്വാളിറ്റി സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യാനായിട്ട് കാരണമാകുന്നു. അതുവഴി ബെറ്റർ സാറ്റിസ്ഫാക്ഷൻ, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നല്ല ക്വാളിറ്റി ഉള്ള സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ പേഷ്യൻസ് എങ്ങനെയായിരിക്കും? ഫുൾ ഹാപ്പി ആയിരിക്കും അല്ലെ? അപ്പൊ ഇത്രയും നല്ല കാര്യങ്ങൾ നമുക്ക് നല്ല ക്വാളിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് JCIയും NAVും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സ് മുതലാണ് ഞാൻ എടുത്തത് അല്ലെ? ഒരു കണ്ടിന്യൂഷൻ പോകുന്നത് കൊണ്ടാണ് ഞാൻ വായിക്കാനായിട്ട് ടൈം തരാഞ്ഞത്. കംപ്ലീറ്റ് ആക്കുന്നവരെ ഞാൻ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ ടൈം തരാഞ്ഞത് കണ്ടിന്യൂഷൻ ബുക്ക് അതുകൊണ്ടാണ്. ഒന്ന് റീഡ് ചെയ്ത് നോക്കി എല്ലാവരും. വായിച്ചു നോക്കിയിട്ട് പറയട്ടോ.
എല്ലാം റീഡ് ചെയ്തോ? ഓക്കെ, അങ്ങനെ നമ്മളുടെ വലിയ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അക്രഡിറ്റേഷൻ എന്ന് പറയുന്നത് വലിയ ചാപ്റ്റർ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, വലിയൊരു ചാപ്റ്റർ ആണ്, നന്നായിട്ട് നോക്കുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമ്മൾ പോകുന്നത് മൊഡ്യൂൾ 6ലേക്കാണ്. എല്ലാ ടീച്ചേഴ്സും മൊഡ്യൂൾ 6 ഒക്കെ സ്റ്റാർട്ട് ചെയ്തില്ലേ? അപ്പൊ നമ്മള് മൊഡ്യൂൾ 6ലേക്ക് പോവാണ്. എന്റെ ചാപ്റ്ററിന്റെ നെയിം, മൊഡ്യൂൾ 6ലെ ചാപ്റ്ററിന്റെ നെയിം ജനറൽ ഫോം ഇൻ ഹോസ്പിറ്റൽ. നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫോംസ് ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതിൽ ഏതൊക്കെയാണ് ഫോംസ് നമ്മൾ നോക്കുന്നത്? ഡെയിലി നമ്മള് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം നോക്കുന്നുണ്ട്, ഫോം സി നോക്കുന്നുണ്ട്, മെഡിക്കൽ കൺസെന്റ് ഫോം നോക്കുന്നുണ്ട്, ഡിസ്ചാർജ് ഫോം നോക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോക്കുന്നത്. ഓക്കെ, ജനറൽ ഫോംസ് ഇൻ ഹോസ്പിറ്റൽ നോക്കാം അല്ലെ? അതിൽ ആദ്യം വരുന്നതാണ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം. നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ നമ്മൾ കുറെ ഇൻഫർമേഷൻസ് കാര്യങ്ങളും ഈ രജിസ്ട്രേഷൻ ഫോമിൽ ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. നമ്മുടെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ, നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്, നമ്മുടെ അഡ്രസ് കാര്യങ്ങളും പേഴ്സണൽ ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. പേഷ്യന്റ് റെഫറൻസ് അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂൾസും കാര്യങ്ങളും കൊടുക്കണം. അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ഹെൽത്ത് ഹിസ്റ്ററിനെ കുറിച്ചിട്ട്, മെഡിക്കൽ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കും. അതേപോലെ ഇൻഷുറൻസ് ഇൻഫർമേഷൻസ്, എന്തെങ്കിലും ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും ഈ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം. പേഷ്യന്റ് രജിസ്ട്രേഷൻ ഇസ് എ കോംപ്ലക്സ് പ്രോസസ്. നമുക്കറിയാം പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോസസ് ആണ്. ദാറ്റ് റിക്വയർഡ് എ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് പ്രിലിമിനറി ഡാറ്റ, പേഷ്യന്റ് ഡാറ്റ ഇൻപുട്ട്. കുറച്ച് പേഷ്യന്റ് ഡാറ്റ ആവശ്യമായിട്ട് വരും, ഇൻക്ലൂഡിങ് കളക്ഷൻ ഓഫ് പേഷ്യന്റ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ. പേഷ്യൻസിന്റെ പ്ലേസ്, പേജ് നമ്പർ 90 ഉണ്ട്. പേഷ്യന്റിന്റെ ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻസും കാര്യങ്ങളും കളക്ട് ചെയ്യാം. അതിന് ഇൻക്ലൂഡിങ് പേഴ്സൺ ആൻഡ് കോൺടാക്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. ഇതെല്ലാം പേഷ്യന്റ് രജിസ്ട്രേഷൻ ഫോമിൽ നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ദെൻ പേഷ്യന്റിനെ ആരാണ് റെഫർ ചെയ്യുന്നത്, അപ്പോയിന്റ്മെന്റ് എന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസ് വരും. കളക്ഷൻ ഓഫ് പേഷ്യന്റ് ഹെൽത്ത് ഹിസ്റ്ററി. പേഷ്യന്റിന് മുമ്പ് എന്തെങ്കിലും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, മെഡിക്കൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മൾ നോട്ട് ചെയ്യും. ഇപ്പൊ നിങ്ങൾ കാണുന്നതാണ് ഒരു പേഷ്യന്റ് ഫോം. നെയിം, അഡ്രസ്, സിറ്റി, സ്റ്റേറ്റ്, ബയോഡാറ്റ, ഇമെയിൽ ഐ ഡി, ഫോൺ, ഓക്യുപ്പേഷൻ, എംപ്ലോയർ, മാരിറ്റൽ സ്റ്റാറ്റസ്, സ്പൗസിന്റെ പേര്, എമർജൻസി കോൺടാക്ട്, റിലേഷൻഷിപ്പ്, എമർജൻസി കോൺടാക്ട് നമ്പർ, ലീഗൽ ഗാർഡിയൻ, ഫോൺ നമ്പർ, ഇൻഷുറൻസ് റിലേറ്റഡ് ഇൻഫർമേഷൻ, ഇൻഷുറൻസ് കമ്പനി, ഐ ഡി, പാൻ, പ്ലാൻ, ഗ്രൂപ്പ്, പിന്നെ പോളിസി ഹോൾഡറുടെ നെയിം, പോളിസി ഹോൾഡറുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പോളിസി ഹോൾഡറുടെ എംപ്ലോയറുടെ പേര്, ചിലപ്പോ എന്താ പറയാ എംപ്ലോയി ഇൻഷുറൻസ് ആണെങ്കിൽ എംപ്ലോയറുടെ പേര്, റിലേഷൻഷിപ്പ് പേഷ്യന്റ്, പിന്നെ കെയർ ഫിസിഷ്യൻ ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എവിടെ ഇൻഷുറൻസ് ഇൻഫർമേഷൻ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററി, എന്തെങ്കിലും ഡയഗ്നോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാസ്റ്റ് മുമ്പ് എന്തെങ്കിലും അസുഖങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ആയിരിക്കും മെഡിക്കൽ ഹിസ്റ്ററിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, ആ ഹോസ്പിറ്റൽ രജിസ്ട്രേഷൻ ഫോം ഒന്ന് റീഡ് ചെയ്തേ. ആ താഴത്തേക്ക് ഒരു ഫോം നോക്കി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫോം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാൻ പറ്റില്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് നിങ്ങൾ ഓരോരുത്തരും വർക്കൊക്കെ ചെയ്യാൻ തുടങ്ങുമ്പോ ഓരോന്ന് ഫില്ല് ചെയ്യിപ്പിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ അതൊന്ന് നോക്കിയേക്കട്ടോ. ജസ്റ്റ് ഒരു ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത്, ഇത് തന്നെ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല, ഇതുപോലത്തതായിരിക്കാം. ഓക്കെ,
നോക്കിയോ? റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ. നെക്സ്റ്റ് ഫോം ആണ്, വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ഫോം ആണ് ഫോം സി. ഫോം സി ഫോർ ഇൻപേഷ്യൻസ് ആണ്. ഇത് ആർക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോം സി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിനേഴ്സിനാണ്. എന്ന് വെച്ചാല് ഇന്ത്യയുടെ പുറത്തു നിന്നുള്ള സിറ്റിസൺസിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഫോമാണ് സി ഫോം എന്ന് പറയില്ല, ഫോം സി എന്ന് പറയും. സി ഫോം. അപ്പൊ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിൽ ഇന്നൊരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ടെന്ന് നമ്മൾ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോമാണ് ഇത് സി ഫോം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം. സി ഫോം ഫോർ ഇൻപേഷ്യന്റ് ആണ്. The hospital are also legally bound to provide particulars of such foreigners in the prescribed C form to FRRO. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ ഫോറിനേഴ്സ് ട്രീറ്റ്മെന്റിന് ഉണ്ടെങ്കിൽ നമ്മളുടെ ഉത്തരവാദിത്തമാണ് സി ഫോം എന്ത് ചെയ്യാനുള്ളത്, ഫില്ല് ചെയ്യുക അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. അത് ആർക്കാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിലാണ് നമ്മളത് സബ്മിറ്റ് ചെയ്യേണ്ടത്, ഡൽഹിയിലാണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഹോസ്പിറ്റൽ അതോറിറ്റി ടു അഡ്വൈസ് ദ ഫോറിൻ പേഷ്യന്റ് either admitted in the hospital or take treatment by staying outside the hospital to get himself or herself registered with the FRRO Delhi. നമ്മുടെ ഹോസ്പിറ്റൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് താമസിച്ച് ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിലും നമ്മൾ ഈ ഒരു ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ട് ഉത്തരവാദിത്തം ഉണ്ട്. നമ്മൾ ഏതൊരു സർവീസ് റെൻഡർ ചെയ്യുമ്പോഴും ആ സർവീസ് റെൻഡർ ചെയ്യുന്ന അതോറിറ്റി ഈ ഒരു ഫോം എന്ത് ചെയ്യണം? ഫോറിനേഴ്സിന്റെ സർവീസ് റെൻഡർ ചെയ്യുന്ന അതോറിറ്റി ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ഓൾസോ ടു സെൻഡ് ദെയർ സി ഫോം, നമ്മൾ സി ഫോം നമ്മൾ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. If the foreign patient or his attendant is not staying in the hospital, then also they should be advised of necessity of sending C form from the owner of the premises. Suppose ആ ഹോസ്പിറ്റലിൽ സ്റ്റേ ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹം എവിടെയാണോ സ്റ്റേ ചെയ്യുന്നത് ആ സ്റ്റേ ചെയ്യുന്ന പ്രെമിസസ്, ഇപ്പൊ ഹോട്ടലാണെങ്കിൽ ഹോട്ടല് അല്ലെങ്കിൽ വീടോ അങ്ങനെയാണെങ്കിൽ അവിടെ ആ ഓണർ ആയിരിക്കണം ഈ സി ഫോം ഫില്ല് ചെയ്യേണ്ടതായിട്ട് വരും. Where they are staying, അത് അവരെവിടെയാണ് താമസിക്കുന്നത് അതിന്റെ പ്രെമിസസിന്റെ ഓണർ ഈ സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. Filing the said C form is the duty of our PRO. നമ്മുടെ PROന്റെ ഉത്തരവാദിത്തമാണ് എന്ത്, നമ്മളുടെ ഈ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഓർ ഇൻ ഹിസ് ആബ്സെൻസ്, അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ ഇറ്റ്സ് ദ ഡ്യൂട്ടി ഓഫ് ദ ഇന്റർനാഷണൽ ഡെസ്ക് മെൻഷൻഡ് എബവ്. ഇന്റർനാഷണൽ ഡെസ്ക് അല്ലെങ്കിൽ ആ ഒരു ഉത്തരവാദിത്തമുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഈ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടത്. When should a host submit a C form? അല്ലെങ്കിൽ ഫോം സി എങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. Any person hosting a foreign guest for monetary consideration in India. ഇന്ത്യയിൽ മോണിറ്ററി കൺസിഡറേഷന് വേണ്ടിയിട്ട് പൈസ വാങ്ങിച്ചുകൊണ്ട് ഏതെങ്കിലും ഗസ്റ്റിന്, ഫോറിൻ ഗസ്റ്റിന് നമ്മൾ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ even for a few hours, കുറച്ച് മണിക്കൂറുകൾക്കാണെങ്കിൽ പോലും should submit C form. അദ്ദേഹത്തിന് നമ്മൾ എന്ത് ചെയ്യണം? സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. The submission of the C form and maintenance of the guest register schemes from the Foreign Act 1946. The Foreign Act 1946 പ്രകാരവും registration of the foreigners rule 1992 പ്രകാരവും C form സബ്മിറ്റ് ചെയ്യുന്നത് മാൻഡേറ്ററി ആണ്, കമ്പൽസറി ആണ്. These requirements extend across India. ഇന്ത്യയിൽ എവിടെ ആയാലും ഈ ഒരു റൂൾ ആപ്ലിക്കബിൾ ആണ്. And apply to all persons who accommodate foreign guests for monetary consideration. ഏതൊരു വ്യക്തിയും ആവട്ടെ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യണം, മോണിറ്ററി കൺസിഡറേഷന് വേണ്ടിയിട്ട് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോം നമ്മൾ എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം. ഇൻക്ലൂഡിങ് ഹോട്ടൽസ്, ഗസ്റ്റ് ഹൗസ്, ലോഡ്ജിങ് ഹൗസസ് എക്സെട്ര. ഇത് ഏതാവട്ടെ ഫോറിൻ ഗസ്റ്റിനെ നമ്മൾ താമസിപ്പിക്കുകയാണെങ്കിൽ ഈ ഒരു സി ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. The C form mechanism helps the authority to locate and track the foreigners in India. ഈ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു ഫോറിനറിനെ നമ്മുടെ അതോറിറ്റിക്ക് പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഹെൽപ്ഫുൾ ആണ്. ഇൻ ഇന്ത്യ ടു എൻഹാൻസ് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി. സെക്യൂരിറ്റി സേഫ്റ്റിയും ഉറപ്പ് കൊടുക്കാനും നമുക്ക് പറ്റും.
Failure to comply with the reporting requirement would result in fine and imprisonment of up to 5 years. ഇങ്ങനെ ഫോം സബ്മിറ്റ് ചെയ്യത്തില്ലെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ നമ്മൾ 5 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വകുപ്പ് ഇതിനുണ്ട്. How can I get C-form and C-form for address proof in India? Please visit ഈ ഒരു വെബ്സൈറ്റിൽ കയറിയിട്ടാണ് C-form നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ C-form ആരാണ് ഫയൽ ചെയ്യേണ്ടത്? നമ്മള് മോണിറ്ററി ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ഫോറിൻ ടെസ്റ്റിന് നമ്മൾ എന്തെങ്കിലും സർവീസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്പൽസറി ആയിട്ട് ഫയൽ ചെയ്യേണ്ട ഫോം ആണ് C-form എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസിലേക്കാണ് നമ്മൾ ഈ ഒരു C-form സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. ഒന്ന് റീഡ് ചെയ്ത് നോക്കിയ C-form. Okay, foreigners regional registration office. Foreigners regional registration office. നോട്ട് ചെയ്ത് എല്ലാവരും FRRO എന്ന് പറയുന്നത് ഫോറിനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസ് ആണ് കേട്ടോ. ഞാൻ ടൈപ്പ് ചെയ്തയക്കണോ? നോട്ട് ചെയ്ത് എല്ലാവരും. റീഡ് ചെയ്യാട്ടോ. റീഡ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യാൻ നല്ലതായിരിക്കും. എല്ലാവരും റീഡ് ചെയ്തോ? ഓക്കെ. ഇനി നമ്മൾ നോക്കുന്നത് മെഡിക്കൽ കൺസെന്റ് ഫോം ആണ്. നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയറോ ട്രീറ്റ്മെന്റോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പേഷ്യന്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ ടേക്കറിന്റെ കയ്യിൽ നിന്നോ കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കാറുണ്ട് അല്ലെ? ആ ഒരു കൺസെന്റ് ഫോം തന്നെയാണ് മെഡിക്കൽ കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. The main purpose of the informed consent process is to protect the patient. പേഷ്യന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തോട് പറയാം എന്ത് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെന്റിലൂടെയാണ് അതിൽ നടക്കുവാൻ പോകുന്നത്, അതിൽ തന്നെ കൺസെന്റ് ഉണ്ടോ ഓക്കെ ആണോ എന്നുള്ളത് നമ്മൾ ലീഗലി ഒരു ഡോക്യുമെന്റിൽ എന്ത് ചെയ്യുന്നു, സൈൻ ചെയ്ത് വാങ്ങിക്കുകയാണ്. A consent form is a legal document that ensures an ongoing communication process between you and your healthcare providers. അപ്പൊ നമ്മള് പേഷ്യന്റിന്റെയും പേഷ്യന്റ് ഹെൽത്ത് കെയർ പ്രൊവൈഡർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഈ കൺസെന്റ് ഫോം സൈൻ ചെയ്ത് വാങ്ങിക്കുന്നത്. ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. നോക്കാം. അപ്പോ താഴെ കാണുന്നതാണ് ഒരു കൺസെന്റ് ഫോം. I am a എന്താണ് ഓഫ് ബോൺ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. സിറ്റി ഓഫ് സ്റ്റേറ്റ് എക്സ്റേ എക്സാമിനേഷൻ ആണെങ്കിൽ കൊടുക്കുന്നു. അനസ്തീഷ്യക്ക് അതിന്റെ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിന് പിന്നെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ ഡെന്റൽ ഡയഗ്നോസിസ് ഓഫ് ട്രീറ്റ്മെന്റ് നമ്മൾ ഏത് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണെന്നുള്ളത് നമ്മളവിടെ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഹോസ്പിറ്റൽ ഇൻഷുറൻസ് കമ്പനി, പോളിസി നമ്പർ, ഇൻഷുറൻസ് ഇതൊക്കെ ആപ്ലിക്കബിൾ ആണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടാവും. Then authorized in is effective form to dash നെയിം ഓഫ് ദ പേഷ്യന്റ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയൻ ആണ് സൈൻ ചെയ്യുന്നതെങ്കിൽ അത് സിഗ്നേച്ചർ ഓഫ് ദ പേഷ്യന്റ് ലീഗൽ ഗാർഡിയൻ
വിറ്റ്നസിന്റെ നെയിം വേണം, വിറ്റ്നസിന്റെ സിഗ്നേച്ചർ വേണം, ഡേറ്റ് വേണം. ഇത്രയും കാര്യങ്ങളായിരിക്കും ഒരു കൺസെന്റ് ഫോമിൽ സിംപ്ലി കാണാറുള്ളത്. ഒരു കൺസെന്റ് ഫോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ്. പേഷ്യന്റ് പൂർണ്ണ സമ്മതത്തോടെയാണ് നമ്മൾ ട്രീറ്റ്മെന്റിനെ കോപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിന്റെ ഒരു ലീഗൽ ആയിട്ടുള്ള കൺസെന്റ് ഫോം, ഒരു ലീഗൽ ഡോക്യുമെന്റ് ആണ് ഇത് കൺസെന്റ് ഫോം എന്ന് പറയുന്നത്. അപ്പോ നമ്മളിപ്പോ ഏതൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴും കൺസെന്റ് ഫോമും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾ അനസ്തീഷ്യ എടുത്തിട്ടുള്ളവരുണ്ടോ അവിടെ? സി സെഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അനസ്തേഷ്യ എടുത്തിട്ടുണ്ടാവും അല്ലെ? ആ സമയത്ത് നമ്മളൊരു കൺസെന്റ് ഫോം സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് സൈഡ് എഫക്ട് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും അതിൽ എഴുതിയിട്ടുണ്ടാവും, വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും. അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈൻ ചെയ്യാനായിട്ട് നമുക്ക് തോന്നില്ല, വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതേപോലെ പേടിപ്പിക്കുന്ന രീതിയിൽ അത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും. നമ്മൾ സൈൻ ചെയ്ത് ചെയ്തതിനു ശേഷം മാത്രമേ അവര് പ്രോസസ് എന്ത് ചെയ്യുള്ളൂ, കണ്ടിന്യൂ ചെയ്യുള്ളൂ. ദാറ്റ്സ് കൺസെന്റ് ഫോം. നമ്മുടെ കൺസെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ, നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ആ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഒന്ന് വായിച്ചു നോക്കി മെഡിക്കൽ കൺസെന്റ് ഫോം എന്താണെന്നുള്ളത്. റീഡ് ചെയ്ത് നോക്കിയോ? ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്ചാർജ് സമ്മറിയാണ്. ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യും. അതാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ഈ ഡിസ്ചാർജ് സമ്മറി ഈസ് ഹാൻഡ് ഓവർ ഡോക്യുമെന്റ്. നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന ഒരു ഹാൻഡ് ഓവർ ഡോക്യുമെന്റ് ആണ് ഇത് ഡിസ്ചാർജ് സമ്മറി. ദാറ്റ് എക്സ്പ്ലെയിൻ ടു എനി അതർ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വൈ ദ പേഷ്യന്റ് വാസ് അഡ്മിറ്റഡ്. എന്തുകൊണ്ടാണ് ഈ പേഷ്യന്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു സമ്മറിൽ ഉണ്ടാവും. വാട്ട് ഹാപ്പൻ ടു ദം ഇൻ ഹോസ്പിറ്റൽ, എന്തെല്ലാം പ്രൊസീജിയറിലൂടെയാണ് ആ പേഷ്യന്റ് കടന്നു പോയത്. ആൻഡ് ഓൾ ദ ഇൻഫർമേഷൻ ദാറ്റ് ദേ നീഡ് ടു പിക്ക് അപ്പ് ദ കെയർ ഓഫ് ദ പേഷ്യന്റ് ക്വിക്ലി ആൻഡ് എഫക്റ്റീവ്ലി. എങ്ങനെയാണ് ആ പേഷ്യൻസിന് കെയറും കാര്യങ്ങളും കൊടുക്കേണ്ടത്, കറക്റ്റ് ആയിട്ട് എങ്ങനെ കൊടുക്കേണ്ടതായിട്ടുണ്ട്, ഏത് പ്രൊസീജിയറിലൂടെയാണ് പേഷ്യന്റ് കടന്നു പോയതെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ് ഡിസ്ചാർജ് സമ്മറി എന്ന് പറയുന്നത്. ദെൻ ഒരു 6 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് കേട്ടോ. അത് ശരിക്കും 6 അല്ല, കമ്പോണന്റ് തന്നെയാണ്. ഇതെല്ലാം കാര്യങ്ങളാണ് ഡിസ്ചാർജ് സമ്മറിൽ സ്റ്റേറ്റ് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറി. റീസൺ ഫോർ ഹോസ്പിറ്റലൈസേഷൻ, എന്തുകൊണ്ടാണ് പേഷ്യന്റിനെ ഹോസ്പിറ്റലൈസ് ചെയ്തത്. ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പേഷ്യന്റ് പ്രൈമറി ടെസ്റ്റിംഗ് കണ്ടീഷൻ, പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു പേഷ്യന്റിന്റെ അവസ്ഥ. സിഗ്നിഫിക്കന്റ് ഫൈൻഡിങ്സ്, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടുപിടിച്ചത്. പ്രൊസീജിയർ ആൻഡ് ട്രീറ്റ്മെന്റ് പ്രൊവൈഡഡ്, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് എന്തെല്ലാം പ്രൊസീജിയറും ട്രീറ്റ്മെന്റും ആണ് പ്രൊവൈഡ് ചെയ്തത്. പേഷ്യന്റ് ഡിസ്ചാർജ് കണ്ടീഷൻ, പേഷ്യന്റിനെ നമ്മൾ ഡിസ്ചാർജ് ചെയ്തപ്പോൾ പേഷ്യന്റ് അവസ്ഥ എങ്ങനെയായിരുന്നു. പേഷ്യന്റ് ആൻഡ് ഫാമിലി ഇൻസ്ട്രക്ഷൻ, നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് പേഷ്യന്റിനോട് പറഞ്ഞിരിക്കുന്നത്. ഫാമിലിനോട് നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ്. അറ്റൻഡിങ് ഫിസിഷ്യൻ സിഗ്നേച്ചർ, അതിന് താഴെയായിട്ട് നമ്മൾ ഫിസിഷ്യന്റെ സിഗ്നേച്ചർ ഉണ്ടാവും. ഇനി നമ്മൾ നോക്കുന്നത് ഫോർമാറ്റ് ഓഫ് ഡിസ്ചാർജ് സമ്മറിയാണ്. ലോഗോ, നെയിം, അഡ്രസ് ഓഫ് ദ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിന്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ലോഗോ, നെയിമും അഡ്രസ്സും ഉണ്ടാവും. പിന്നെ ഡിസ്ചാർജ് സമ്മറി എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസ്ചാർജ് സമ്മറി ഈ കാണുന്നത് ഒരു ഡിസ്ചാർജ് സമ്മറിയുടെ ജസ്റ്റ് ഒരു മോഡലാണ്. ഫെസിലിറ്റിയുടെ പേര്, പേഷ്യന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഡേറ്റ്, ടൈം, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, ഡേറ്റ് ഓഫ് ഡിസ്ചാർജ്, ഡിസ്ചാർജ് ഡയഗ്നോസിസ്, നമ്മൾ ആ സമയത്ത് ഇതെല്ലാം ഡയഗ്നോസിസ് ആണ് ചെയ്തത്. പ്രൊസീജിയേഴ്സ്, തെറാപ്പി, കോംപ്ലിക്കേഷൻ, കൺസൾട്ടേഷൻ എന്നെല്ലാം പ്രൊസീജിയേഴ്സ് തെറാപ്പീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിനിക്കൽ ഹിസ്റ്ററി, പേഷ്യന്റ് മുമ്പ് എന്തെല്ലാം അസുഖങ്ങൾ ഉണ്ടായിരുന്നു, ലാബ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന്റെ ഡയഗ്നോസിസും കാര്യങ്ങളും, കണ്ടീഷൻ ഓഫ് ഡിസ്ചാർജ് ചെയ്തപ്പോഴത്തെ പേഷ്യന്റ് കണ്ടീഷൻ, ഡിസ്പോഷൻ, ഡിസ്ചാർജ് ടു, ഡയറ്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്, ആക്ടിവിറ്റീസ്, വാക്കിങ്ങോ എന്തെങ്കിലും ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്, ഹോം ഹെൽത്ത് സർവീസ്, ലാബ്, DMA, അത് എല്ലാ കാര്യങ്ങളും ഇതിൽ നോട്ട് ചെയ്തിട്ടുണ്ടാവും. ഇതിൽ കൂടുതലും ഉണ്ടാവാനാണ് ചാൻസ്. ജസ്റ്റ് നമ്മളൊരു ഡിസ്ചാർജ് സമ്മറിയുടെ ഫോർമാറ്റ് മാത്രമാണ്
നിങ്ങൾ അങ്ങനെ പഠിച്ചാൽ മതി. ഈ ഫോർമാറ്റുകളിൽ നിന്നും ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല. ഈ ഫോമുകൾ എന്താന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലാതെ ഫോർമാറ്റ് ഉള്ളിൽ ഡെപ്തിൽ അത്രയും ഡെപ്ത് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട കേട്ടോ. ഡിസ്ചാർജ് സമ്മറി, കമ്പോണൻസ് ഓഫ് ഹോസ്പിറ്റൽ ഡിസ്ചാർജ് സമ്മറി ഒന്ന് റീഡ് ചെയ്തേ. നമുക്ക് ആകെ 4 ഫോംസ് ആണ് മെയിൻ ആയിട്ട് ജനറൽ ഫോംസ് ഹോസ്പിറ്റൽസിൽ നോക്കേണ്ടത്. ആദ്യം രജിസ്ട്രേഷൻ ഫോം, ഫോം സി മെഡിക്കൽ കൺസെന്റ് ഫോം, ലാസ്റ്റ് വൺ ഈസ് ഏതാണ് ഡിസ്ചാർജ് സമ്മറി കേട്ടോ. അങ്ങനെ 4 ഫോംസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഇതിൽ നോക്കേണ്ടത്. ആ ഫോംസ് മീനിങ് മാത്രം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് പെട്ടെന്ന് തീർന്നത് കേട്ടോ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഓൾ. Thank you, ma'am. താങ്ക് യു.